ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ കേക്കുകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് മുട്ടയൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക. ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. അത് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിം വെച്ച് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ കളർ മാറും. അപ്പോൾ ലോ ഫ്ലെയിം വെച്ച് തന്നെ നല്ലപോലെ അങ്ങ് നമ്മുടെ ഈ ഒരു അരിപ്പൊടിയുടെ പച്ചമണക്കം അങ്ങ് മാറി കിട്ടുന്ന തരം നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് കൈവിടാതെ ഒന്ന് നല്ലപോലെ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തിക്കാവും. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 കപ്പ് പാലാണ്. ഫുൾ ഫാക്റ്റ് മിൽക്ക് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്, നല്ല ക്രീമി ആയിട്ട് കിട്ടാനും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാലൊക്കെ ഒന്ന് തിക്കായിട്ട് നല്ലപോലെ തന്നെ കുറുകി വരുന്നൊരു വരെ ഒന്ന് കൈവിടാതെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് നല്ലപോലെ അങ്ങ് കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. പക്ഷേ ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കായി പോകും. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് തന്നെ ഒന്ന് നല്ലപോലെ അങ്ങ് തിക്കാക്കി നല്ല ക്രീമി ആക്കി എടുക്കുക. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല തിക്കായി കിട്ടും. നമ്മുടെ ഈ ഒരു ക്രീം നല്ല സ്റ്റിഫായി കിട്ടും. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് തിക്കാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും തിക്കാക്കി എടുക്കുക. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ എത്രത്തോളം പറ്റുന്നുണ്ടോ അത്രത്തോളം തിക്കാക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ തന്നെ ചൂടാറാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള ഒരു ചെറിയൊരു ക്രീം റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അത് തിക്കായതായാലും ശരി, മെൽറ്റ് ആയതായാലും ശരി, ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ അങ്ങ് അടിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു 10-15 മിനിറ്റ് വെച്ചെടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ അടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചൂടാറിയതിന് ശേഷം ആ ഒരു മിക്സിൻ്റെ പകുതി ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്റ്റിഫായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിന്നൊരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി അങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായി തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏത് കേക്കിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെച്ച് ചെയ്ത ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, ഒന്നുകൂടെ കാണുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുട്ട കണ്ടോ, അതുപോലെ അങ്ങ് വിപ്പിംഗ് ക്രീം ഒന്നും അവൈലബിൾ അല്ലാത്തവർക്കൊക്കെ ഒന്ന് ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ്. പക്ഷേ വിപ്പിംഗ് ക്രീമിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു ക്രീം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.